ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു സാഹസ കഥയല്ല, ധൈര്യത്തിൻ്റെ കഥയുമല്ല. ഇതൊരാളുടെ വിശ്വാസത്തിൻ്റെ കഥയാണ്. ആ വിശ്വാസം അയാളെ ലോകത്തിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോയി. അവസാനം അവിടെ തന്നെ അയാളെ ഇല്ലാതാക്കി. ഒരു 1920 നൂറ്റാണ്ടിലെ ലോകം. ഇന്ന് നമ്മൾ കാണുന്ന പോലെ സാറ്റലൈറ്റ് ചിത്രങ്ങളോ GPS മാപ്പുകളോ ഇല്ലാത്ത കാലം. ആമസോൺ എന്നത് മാപ്പുകളിൽ പോലും പൂർണ്ണമായി വരച്ചിട്ടില്ലാത്ത ഒരു വലിയ ശൂന്യത. ആ ശൂന്യതയിലേക്കാണ് പേഴ്സി ഹാരിസൺ ഫോസെറ്റ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വീണ്ടും വീണ്ടും തിരിച്ചുപോയത്. ഫോസെറ്റ് ഒരു സാധാരണ എക്സ്പ്ലോറർ ആയിരുന്നില്ല. അയാൾ റോയൽ ആർട്ടിലറി ഓഫീസറായിരുന്നു, സർവേയറായിരുന്നു. അയാൾ കാടുകൾ അളക്കാൻ, അതിരുകൾ വരയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാരിനു വേണ്ടി ജോലി ചെയ്ത ഒരാൾ. പക്ഷേ ആ ജോലിക്കിടയിലാണ് അയാൾ ഒരു കാര്യത്തിൽ അടിമയായത്. ആമസോണിൻ്റെ ഉള്ളിൽ ഒരു പുരാതന നഗരം, കല്ലുകൾ കൊണ്ട് പണിത വലിയ തെരുവുകൾ, സംസ്കാരം, ചരിത്രം. അയാൾ അതിന് പേരിട്ടു സിറ്റി ഓഫ് എസെഡ്. പലർക്കും അതൊരു ഭ്രമമായിരുന്നു. ആമസോണിൽ മനുഷ്യർ ജീവിച്ചിരുന്നില്ല എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. പക്ഷേ ഫോസെറ്റ് വേറെ ചിലത് കണ്ടിരുന്നു. കാടിൻ്റെ ഉള്ളിൽ തകർന്ന മൺപാത്രങ്ങൾ, വിചിത്രമായ കല്ലുകൾ, ആദിവാസികൾ പറഞ്ഞ കഥകൾ. അയാൾ വിശ്വസിച്ചു. അയാൾക്ക് ആ വിശ്വാസം വിട്ടുകളയാൻ പറ്റിയില്ല. വർഷങ്ങളോളം അയാൾ ആമസോണിലേക്ക് പോയി, തിരിച്ചു വന്നു, വീണ്ടും പോയി. എല്ലാ യാത്രകളും അപകടകരമായിരുന്നു. പാമ്പുകൾ, മലേറിയ, വിശപ്പ്, രോഗങ്ങൾ. പക്ഷേ 1925 അയാൾ തീരുമാനിച്ചു, ഇത് അവസാന യാത്ര. അയാൾക്കറിയാമായിരുന്നു താൻ തിരികെ വരാൻ സാധ്യത കുറവാണെന്ന്. അതുകൊണ്ടാണ് അയാൾ കുറച്ചാളുകളെ മാത്രമാണ് കൂട്ടുകൂട്ടിയത്. മകൻ ജാക്ക്, ജാക്കിൻ്റെ സുഹൃത്ത് റാലി റുമെൽ. 3 പേർ മാത്രം. വലിയ സംഘമുണ്ടെങ്കിൽ ആദിവാസികൾ ഭയപ്പെടുമെന്ന് അയാൾ കരുതി. അതിനാൽ ശാന്തമായി, മന്ദമായി കാടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അയാൾ തീരുമാനിച്ചു. പോകുന്നതിന് മുൻപ് അയാൾ പലരോടും പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്നെ തേടി വരരുത്. ഈ കാട് ഒരാളെ എടുത്താൽ അവന് തിരിച്ചു കൊടുക്കില്ല. 1925 മെയ് അവർ യാത്ര തുടങ്ങി. ആദ്യ ദിവസങ്ങൾ സാധാരണമായിരുന്നു. നദികൾ കടന്നു, ഗ്രാമങ്ങൾ കണ്ടു, ചില ആദിവാസികൾ അവരെ സഹായിച്ചു. പക്ഷേ ഓരോ ദിവസവും കാട് കൂടുതൽ അടുക്കി വന്നു. വെളിച്ചം കുറയുന്നു, ശബ്ദങ്ങൾ മാറുന്നു, മനുഷ്യരുടെ അടയാളങ്ങൾ ഇല്ലാതാവുന്നു. ഫോസെറ്റ് എല്ലാം ശ്രദ്ധിച്ചിരുന്നു. അയാൾ കുറിപ്പുകൾ എഴുതി, ദിശകൾ രേഖപ്പെടുത്തി. പിന്നീട് ജൂൺ മാസത്തിൽ അയാൾ ഒരു കത്തെഴുതി. അതാണ് ലോകം കണ്ട അവസാന തെളിവ്. ഞങ്ങളിപ്പോൾ അപകട മേഖലയിലേക്ക് കടക്കുകയാണ്. ഇതിനുശേഷം ഞങ്ങളെക്കുറിച്ചൊന്നും കേൾക്കാതിരിക്കാം. അതിനുശേഷം 3 പേരെയും ആരും കണ്ടില്ല. അവർ വഴിതെറ്റിയോ? ആദിവാസികൾ ആക്രമിച്ചോ? രോഗം കൊണ്ടോ? അല്ലല്ലെങ്കിൽ സിറ്റി ഓഫ് എസിയെ കണ്ടിട്ടുണ്ടോ? ആമസോൺ ഒന്നും പറഞ്ഞു തന്നില്ല. പിന്നീട് അന്വേഷണങ്ങൾ തുടങ്ങി. ഒരുപാട് ആളുകൾ ഫോസെറ്റിനെ തേടി കാടിലേക്ക് പോയി. അവരിൽ ചിലർ മടങ്ങി വന്നില്ല. ചിലർ പറഞ്ഞു കാട്ടിൽ മനുഷ്യ അസ്ഥികൾ കണ്ടതായി. ചിലർ പറഞ്ഞു 3 പേരെയും ആദിവാസികൾ കൊന്നതായി. പക്ഷേ ഒന്നിനും ഉറപ്പില്ല. ഫോസെറ്റിൻ്റെ ശരീരം കണ്ടില്ല. ജാക്കിൻ്റെയും റാലിയുടെയുമില്ല. സിറ്റി ഓഫ് എസിയും ഇന്നും ഒരു ചോദ്യമായി തുടരുന്നു. പക്ഷെ അടുത്ത കാലങ്ങളിൽ ആമസോണിൽ പുരാതന നഗരങ്ങളുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ആളുകൾ വീണ്ടും ചോദിച്ചു, ഫോസെറ്റ് തെറ്റായിരുത്തായിരുന്നില്ലേ? പക്ഷേ അതറിയാൻ അയാളിവിടെയില്ല. ചില മനുഷ്യർ ഉത്തരങ്ങൾ കണ്ടെത്താൻ ജീവിക്കും, ചിലർ അവയുടെ ഭാഗമാകാൻ. പെർസി ഫോസെറ്റ് രണ്ടാമത്തേതായിരുന്നു. ആമസോൺ ഇന്നും അവിടെ തന്നെയുണ്ട്, നിശബ്ദമായി, ഒന്നും തുറന്നു പറയാതെ. അവൻ എന്താണ് കണ്ടത്? അവൻ എവിടെയാണ് അവസാനിച്ചത്? അതിന്നും കാടിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നു.